ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് റെഡി ആയേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ കുറച്ച് കരിയാപ്പില മൂപ്പിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് അരി എടുത്ത് വറുത്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കായം എടുത്ത് വറുത്ത് എടുക്കുകയാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം ഇച്ചിരി സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ലേ, കാപ്പിക്കൊക്കെ. അപ്പോൾ അങ്ങനെ അരി വറുത്ത് മാറ്റി വെച്ചതിനകത്തോട്ട് കായവും മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തോട്ട് കുറച്ച് തുമരപ്പരിപ്പ്, ഞാനൊരു അര ഗ്ലാസോളം തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ മൂപ്പിച്ച് എടുക്കുകയാണ്. അത് മൂപ്പിച്ചെടുക്കുകയാണ്. അര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അര ഗ്ലാസ് അരി ഞാൻ കഴുകി ഉണങ്ങിയതാണ്. പിന്നെ അതുപോലെ തുമരയും ഉഴുന്നും എല്ലാം ഞാൻ കഴുകി ഉണങ്ങി എടുത്തതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ അന്നേരം അതും അങ്ങോട്ട് മൂപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ അതിനകത്ത് കുറച്ച് ജീരകം, ഒരു 2 ടീസ്പൂണോളം ജീരകവും കൂടെ വറുത്തെടുക്കുകയാണ്. ജീരകം കൂടെ വറുത്ത് അതിനകത്ത് ഇടാം. അപ്പം ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒരു ടേസ്റ്റിനും എല്ലാം നല്ലതാണ്. അപ്പം ജീരകവും ഇവിടെ വറുത്ത് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അപ്പം പാക്കറ്റ് പൊടികളൊക്കെ ദോഷമാണെന്നൊക്കെയല്ലേ ഇപ്പം പറയുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആരോഗ്യത്തിനും നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ആ ജീരകം മാറ്റി വെച്ചിട്ട് ഉഴുന്ന് കൂടി വറുത്തെടുക്കുകയാണ്. അതും ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഉഴുന്ന്. അതും വറുത്തെടുത്ത് ഞാനിങ്ങനെ കുറേശ്ശെ ഉണ്ടാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ടിയപ്പം സാമ്പാർ വെക്കുമ്പോൾ ഇതിൽ നിന്നൊരു 2 ടീസ്പൂൺ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കുമ്പോൾ എളുപ്പമാവും സാമ്പാർ വെക്കാനേ, ടേസ്റ്റുമാണ്. സാമ്പാറിനൊരു കൊഴുപ്പും കിട്ടും. അപ്പം നമ്മുടെ ഉഴുന്ന് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്കും പരിപ്പിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി തോനെയായിപ്പോയാൽ കഴിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 2 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ മൂപ്പിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, വറുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട്. പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് വറുത്ത് എടുക്കാം. വറുത്തെടുത്ത് ഇതിനകത്ത് ഇടാം. ഇതെല്ലാം നമ്മുടെ വയറിൻ്റെ പ്രഷർ, ആർക്കെങ്കിലും ഈ പരിപ്പൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ചേർക്കുമ്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരത്തില്ല. പിന്നെ പ്രോട്ടീനുമാണല്ലോ പരിപ്പും ഇതെല്ലാം, ഉഴുന്നും എല്ലാം നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം നമ്മുടെ ഇതും കുരുമുളകും വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറ്റൽമുളക് വറുത്തിടണമായിരുന്നു. അപ്പോൾ വറ്റൽമുളക് വറക്കാനും വേണ്ടി എൻ്റെ കയ്യിലില്ല. മല്ലിയും വേണം, മുഴുവൻ മല്ലി, അതില്ല. പക്ഷേ അതുകൊണ്ട് എൻ്റെ ഇപ്പം പൊടികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിതെല്ലാം വറുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് നമ്മൾ പിരിയനും മറ്റേ ഇതും കൂടെ ചേർത്തതാണ്. സാദാ മുളകും കൂടെ കഴുകി ഉണങ്ങി പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ അത് 2 തവി ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഇനി ഒരു തവി മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു തവി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നല്ല ചൂടിലിരിക്കുകയാണ്. ഇതെല്ലാം വറുത്ത് വെച്ചേക്കുവായതുകൊണ്ടേ ഈ ചൂടിലിരുന്ന് ഈ പൊടികളെല്ലാം അതിൽ മൂത്തോളും. അപ്പം ഇതെല്ലാം എന്നിട്ട് നമുക്ക് ചൊവ്വിനെ കൂട്ടി യോജിപ്പിച്ച് എടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി അതെല്ലാം ചൊവ്വിനെ കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചൊവ്വിനെ പൊടിച്ചെടുക്കാം.
ഇപ്പം ചൂടാണ്, അത് ആറട്ടെ, ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പം അത് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ ഒരു ട്രിപ്പ് പൊടിച്ചെടുത്തു. ഇനി രണ്ടാമത്തെ ട്രിപ്പാണിത്. നമ്മളിങ്ങനെ ഒരു മിക്സിയുടെ അടപ്പിൽ ഒരു പേപ്പറും കൂടെ വെച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ ഈ പൊടിക്കുമ്പോൾ ആ പൊടിയൊന്നും അടപ്പയിലൊന്നും പിടിക്കത്തില്ല, പേപ്പറിലും പറ്റി പിടിക്കത്തില്ല. അതിൽ തന്നെ താഴെ മിക്സിയുടെ ജാറിൽ തന്നെ കിടക്കും. അങ്ങനെ നമ്മൾ പൊടിയെല്ലാം ഇവിടെ പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പൊടി വെച്ച് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ തുമരപ്പരിപ്പ് കഴുകി എടുത്ത് കുക്കറിലോട്ട് ഇട്ടു. ആ കുക്കറിൽ കിടന്ന ആ തുമരയൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അത് കൊണ്ടുവന്ന് അതിൽ കുക്കറിലിട്ടു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടല്ലോ, പൊടിച്ച് വെച്ചേക്കുന്നത്, അത് ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെന്താണ്, പിന്നെ ഇച്ചിരി പുളിയും കൂടെ ചേർത്ത്. പുളിയൊക്കെ നമ്മൾ പുളി ചേർത്തതേ കാണാഞ്ഞത്. ഇതെങ്ങനെയോ ഞാൻ മുറിച്ചില്ലേ, നിങ്ങൾക്ക് നീളം വീഡിയോയ്ക്ക് ലെന്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ എങ്ങനെയോ അത് കട്ടായി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മളതെല്ലാം വെച്ച് അടച്ച് വെച്ച് വേവിച്ചു. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇഡ്ഡലി കൂടി ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് തട്ടെടുത്ത് വെച്ചു. അതിനകത്ത് മാവൊക്കെ കോരി ഒഴിച്ച് നമ്മളതും കൂടെ വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിത് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യുന്നത് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ വറ്റൽമുളകും മല്ലിയൊക്കെ എടുത്തേക്കുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു, പൊടി മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൊടി എടുത്തത്. ഇവിടെ മുഴുവൻ മല്ലി ഇരിപ്പുണ്ട്, മുളക് ഇരിപ്പില്ലായിരുന്നു, ഇനി വാങ്ങിയെങ്കിലേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എല്ലാം റെഡിയായി, അതങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾക്ക് സാമ്പാറിന് വേണ്ടി കടുക് വറക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പം സാമ്പാറിൽ ഒരു ഇച്ചിരി ശർക്കരയോ കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പ് കുറവുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തു. ഒരു ഇച്ചിരി ശർക്കരയും കൂടെ ചേർക്കണം കേട്ടോ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. എരിവൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാനൊക്കെ. എൻ്റെ എരിവൊക്കെ കറക്റ്റായിരുന്നു. അപ്പം നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കടുക് വറക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു. അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി വന്നപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്, കരിവേപ്പിലയും കൂടെ. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് സാമ്പാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. സാമ്പാറിനകത്തോട്ട് ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്, അത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നെയ്യുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചേർക്കുന്നത് നല്ലതാണ്, ഒരു ടേസ്റ്റിന് സാമ്പാറിൽ നല്ലതാണ്. ഞാൻ ഓരോ വട്ടവും ഓരോ രീതിയിലായിരിക്കും സാമ്പാർ വെക്കുന്നത്. സാമ്പാർ പൊടി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ നമ്മുടെ സാമ്പാറെല്ലാം ദാണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു സാമ്പാറാണ് കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു എങ്ങനെ ആവും ഇതെന്ന്. എന്തായാലും ഉണ്ടാക്കി നോക്കി രുചിച്ച് നോക്കിയപ്പം നല്ല സാമ്പാറാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. മറന്നു പോവല്ലേ, ഞാൻ അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്കിപ്പം 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പം അതെല്ലാം നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ് എനിക്ക് അത്രയും സബ്സ്ക്രൈബറായ. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം മുമ്പോട്ട് പോകാൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.